നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് മുമ്പുള്ള ടോപ്പിക്കായ സിമ്പിൾ മൈക്രോസ്കോപ്പ്. അതെന്താണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്? ആ ടേം പോലെ തന്നെ സിമ്പിൾ മൈക്രോസ്കോപ്പ് വളരെ സിമ്പിൾ ആണെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഒരു വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ മൈക്രോസ്കോപ്പ്. നമ്മൾ കൈ ഇങ്ങനെ നോക്കുന്ന സാധനത്തെയോ അല്ലെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു മൈക്രോസ്കോപ്പിനെ വിളിക്കുന്ന പേര് തന്നെ നമുക്കിപ്പോൾ സർക്കാർ മനസ്സിലാക്കാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലാബിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. അല്ലെ ഹൈബ്രിഡ് ലാബിനകത്തും അല്ല നോർമൽ ലാബിനകത്തൊക്കെ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, 2 ലെൻസിൽ വരുന്ന മൈക്രോസ്കോപ്പ്. അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിനകത്ത് എങ്ങനെയാണ് ഡെറിവേഷൻസ് എടുക്കുക, എങ്ങനെയാണ് അതിൻ്റെ ടോപ്പിക്കുകൾ ഡിഫൈൻ ചെയ്യുക, 2-3 കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് അറിയണം. അതിൻ്റെ മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് മാഗ്നിഫിക്കേഷൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ലെൻസിൻ്റെയും മിററിൻ്റെയും മാഗ്നിഫിക്കേഷൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണ് മാഗ്നിഫിക്കേഷൻ ഇമേജിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ബേസിൽ പറയുക. ആ കൺസെപ്റ്റ് വെച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വീണ്ടും ഈ വീഡിയോ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ വീഡിയോസ് കാണാനിടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽബട്ടനൊക്കെ അമർത്തുകയൊക്കെ ചെയ്യണം കേട്ടോ, അതൊന്നും മറന്നുപോലെ. അപ്പം വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ, എനിക്കൊരു ഉപകാരമായിട്ട് മാറും. ഓക്കെ, അപ്പം ഈ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ പറഞ്ഞു വന്ന ടോപ്പിക്ക് സിമ്പിൾ മൈക്രോസ്കോപ്പിനകത്ത് എങ്ങനെയാണ് ഈ മാഗ്നിഫിക്കേഷൻ വർക്ക് ചെയ്യുക, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. അപ്പം അതിന് നമ്മൾ ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് ആവശ്യമാണ്. അപ്പം ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് യുവിൻ്റെയും വിൻ്റെ ഒക്കെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കിവിടെ വിയുടെ കേസിലാണ്, ഇമേജിൻ്റെ ബേസിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് എം ഇസ് ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ എം ഇസ് ഈക്വൽ ടു 1 - v/f. ഇത് നമുക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. ഇതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട്. കാരണം മാഗ്നിഫൈ ചെയ്യുന്നതാണ് നമുക്ക് കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ഈ മൈക്രോസ്കോപ്പ് എന്ത് ചെയ്യുന്നത്, റിസൾട്ട് തരുന്നത്. സോ അവിടെ ഒബ്ജക്റ്റിനേക്കാൾ പ്രാധാന്യം വരുന്ന ആർക്കാണ്, ഇമേജിന്. സോ ഇമേജിന്റെ ബേസിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, മാഗ്നിഫിക്കേഷൻ. ഒബ്ജക്റ്റിനെ എന്തായാലും നമുക്ക് മാഗ്നിഫൈ ചെയ്ത് സാധനമാക്കി മാറ്റാൻ പറ്റില്ല. ഒബ്ജക്റ്റ് എക്സാക്ട് വലുപ്പത്തിൽ നിൽക്കുന്നത് അല്ലേ, ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് ആണ് വലിപ്പ വ്യത്യാസത്തിൽ നമുക്ക് കാണാം. ചിലപ്പോൾ വലുതായിട്ട് കാണാം, ചിലപ്പോൾ ചെറുതായിട്ട് കാണാം. അങ്ങനെ ഒബ്ജക്റ്റിനേക്കാൾ എത്ര മടങ്ങ് വലുപ്പത്തിൽ വരണം എന്ന് തീരുമാനിക്കുന്ന മൈക്രോസ്കോപ്പാണ്. അപ്പോൾ മൈക്രോസ്കോപ്പ് എത്ര മടങ്ങ് വലുപ്പത്തിലാണ് അതിന് കൊണ്ടുവരുന്നത് അറിയണമെങ്കിൽ പ്രാധാന്യം ആർക്കാണ്, റിസൾട്ട് എന്താണോ അതിനാണ് പ്രാധാന്യം. അപ്പോൾ റിസൾട്ട് ആരാണ്, ഇമേജ് ആണ് റിസൾട്ട് പ്രാധാന്യം. അപ്പോൾ നമ്മൾ അതിന് മുമ്പുള്ള വീഡിയോസ് കാണുമ്പോൾ അറിയാം 1/f ഇസ് ഈക്വൽ ടു ആ ലെൻസിന്റെ ഇക്വേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒബ്ജക്റ്റിന്റെ ബേസിലും ഇമേജിന്റെ ബേസിലും നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യും, വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, യു കൊണ്ട് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് നമ്മൾ അതിനെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ ഇമേജിന് പ്രാധാന്യമുള്ള ഡെറിവേഷൻ ആയത് കാരണം നമ്മൾ എന്ത് എടുക്കുകയാണ്, എം ഇസ് ഈക്വൽ ടു 1 - v/f എന്നുള്ള ഇക്വേഷൻ എടുക്കുക. സോ സ്റ്റെപ്പുകൾ നമ്മൾ അതിനകത്ത് ഒഴിവാക്കുക. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പണി? അപ്പോൾ നമ്മൾ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്. നമുക്ക് ഇവിടെ എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഉണ്ടല്ലേ, സപ്പോസ് വി ആർ അഡ്ജസ്റ്റിംഗ് എ മൈക്രോസ്കോപ്പ് വിത്ത് നിയർ വിഷൻ സെറ്റ് അല്ലേ, ഒരു ലീസ്റ്റ് ഡിസ്റ്റന്റ് വിഷൻ പോയിന്റ് എടുക്കുക. അതായത് നമ്മൾ ഒരു ലീസ്റ്റ് ഡിസ്റ്റന്റ് വിഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 25 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ആ ലീസ്റ്റ് ഡിസ്റ്റന്റ് വിഷൻ പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനകത്ത് ഞാൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്, ഇമേജ് v is equal to -d equal to 25 സെന്റിമീറ്റർ. ഇതെന്താണ്, നമുക്ക് ചെറിയ ക്ലാസ് കൊണ്ട് അറിയാവുന്ന ഒരു കേസാണ് അല്ലേ. എന്താണ് ആ കേസ് എന്ന് പറഞ്ഞാൽ, ലീസ്റ്റ് ഡിസ്റ്റന്റ് ഒരു ഹ്യൂമൻ ഐക്ക് നോർമലി നല്ല ക്ലിയർ ആയിട്ട് റിസൾട്ട് കാണാൻ കഴിയുന്ന ഒരു വിഷൻ ഡിസ്റ്റൻസിനെയാണ് എത്ര, 25 സെന്റിമീറ്റർ. നമ്മൾ പോലും അറിയാതെ ഒരു ബുക്കിനെ നമ്മൾ വായിക്കാൻ എടുത്ത് വെക്കുന്ന നോർമൽ അകലത്തെ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് ഡിസ്റ്റന്റ് വിഷൻ പോയിന്റ്. അത് എത്രയാണ്, എല്ലാ ഹെൽത്തി ഹ്യൂമൻ ഐക്ക് 25 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഈ ലെൻസിന്റെ കേസ് എടുക്കുമ്പോൾ, ഈ മൈക്രോസ്കോപ്പിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ ആ ലെൻസിനെ മുകളിലോട്ടും താഴോട്ടും അഡ്ജസ്റ്റ് ചെയ്താണ് ഈ ഒരു ഡിസ്റ്റൻസിൽ എത്തിക്കുന്നത്. എപ്പോഴും ഒബ്ജക്റ്റിൽ നിന്ന് ഒരല്പം പൊക്കി നിർത്തുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, കുറച്ച് വലുപ്പമുള്ള ഇമേജ് കിട്ടുന്നത്. അപ്പോൾ ആ ലെൻസിനെ നമ്മൾ ബാക്കിലോട്ടാണ് ഹൈറ്റ് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ ലീസ്റ്റ് ഡിസ്റ്റന്റ് വിഷൻ പോയിന്റ് എങ്ങനെ എടുക്കുന്നത്, മൈനസ് സിമ്പലോട് കൂടി എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കത് പ്ലസ് സിമ്പൽ എടുക്കാമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇമേജ് കിട്ടുന്നത് ലീസ്റ്റ് ഡിസ്റ്റന്റ് വിഷൻ പോയിന്റിലാണ്. അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുകയാണ്. ഇക്വേഷൻ എം ഇസ് ഈക്വൽ ടു 1 - ഈ മൈനസും ഈ ഡിയുടെ മൈനസോട് ചേർത്ത് ഇക്വേഷൻ എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും, d/f. സോ ഫസ്റ്റ് ഇക്വേഷൻ നമ്മുടെ കയ്യിൽ വീഴും. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്, എം ഇസ് ഈക്വൽ ടു 1 + d/f എന്നുള്ളതാണ് ഏതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാഗ്നിഫിക്കേഷൻ, സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷന്റെ ജനറൽ ഇക്വേഷൻ. ഇതിനെ നമ്മൾ 1-2 എന്താണ് സെക്ഷനായിട്ട് സ്പെഷ്യൽ കേസുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അതിലൊരു കേസാണ് ഫൈനൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. അതായത് ഈ ഒരു എന്താണ് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഇമേജ് കിട്ടുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഇതിപ്പോ നമുക്കറിയാം, ഈ ഒരു ഫിഗർ കാണുമ്പോഴേ നമുക്കറിയാം, റേ ഡയഗ്രാംസും
ഇമേജ് ഫോർമേഷൻ ഒക്കെ വരച്ച് പഠിച്ചേക്കുന്ന ആൾക്കാരായതുകൊണ്ട് 8ാം ക്ലാസ് മുതൽ തുടങ്ങിയത് ആയതുകൊണ്ട് നമുക്കറിയാം ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ലെൻസിന്റെ ഫ്രണ്ടിൽ എവിടെയാ, ഫോക്കസിൽ ഇരുന്നാൽ മാത്രമേ പാരലൽ ബീമായിട്ട് റിഫ്രാക്ടർ റേസ് പോവുള്ളൂ, ഇമേജ് ബാക്കിലോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ കിട്ടുന്ന ഇമേജ് ഒരു വിർച്വൽ ഇമേജ് ആണ്. ലെൻസിൽ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടാൻ ചാൻസ് ഇല്ല, ഫോക്കസിൽ വെച്ച് റിയൽ ഇമേജ് കിട്ടാൻ സാധ്യതയില്ല. സോ നമുക്ക് ബാക്കിലോട്ട് എന്ത് കിട്ടി, ഒരു ഇമേജ് കിട്ടി. അപ്പം ഈ കിട്ടുന്ന ഇമേജ് ഫൈനൽ ഇമേജ് ആയി കൺസിഡർ ചെയ്താൽ ഫൈനൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എന്നൊരു കണ്ടീഷൻ എടുക്കുക. ഫൈനൽ ഇമേജ് എവിടെ വരും നമുക്ക് അറിയില്ല. നമ്മൾ ഇൻഫിനിറ്റിയിലാണ് എങ്കിൽ നമുക്ക് അതിന്റെ ബേസിൽ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ബേസിൽ കാര്യങ്ങൾ സംസാരിക്കുക നോക്കി. ഞാൻ ഈ ഫിഗറിന്, ഈ കാണുന്ന ഫിഗറിനകത്തുനിന്ന് 2 ഫിഗർ സെപ്പറേറ്റ് ചെയ്യും. ഒന്ന് ഒബ്ജക്റ്റിനെയും ഒന്ന് ഇമേജിനെയും. ഞാൻ ആദ്യം ഒബ്ജക്റ്റിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ കാണാം അല്ലേ. ഈ ഫിഗറിൽ നിന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് മാറ്റി വരയ്ക്കുന്നത് കേട്ടോ. നോക്കി, ഈ ഫിഗർ നോക്കിയപ്പം ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട് അല്ല, ഈ പോർഷനാണ് ഇത്, ഈ കാണുന്ന ഈ പോർഷനാണ് നമ്മൾ എന്ത് ചെയ്ത്, ഈ പോർഷനാണ് ഞാനിപ്പം ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നത്. അതിന്റെ ഇമേജ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്കറിയാം u. ഈ പോർഷനെ ഞാൻ തീറ്റ എന്ന് മാർക്ക് ചെയ്യാം. തീറ്റ ഒബ്ജക്റ്റിന്റെ കേസ് ആയതുകൊണ്ട് തീറ്റ o എന്ന് മാർക്ക് ചെയ്യും. അപ്പൊ എനിക്ക് ഒബ്ജക്റ്റിന്റെ ബേസിൽ ഞാൻ ആ ആംഗിൾ, അതായത് ഇമേജ് ഇൻഫിനിറ്റിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെ ബേസിൽ എങ്ങനെ പറയാം, എങ്ങനെ മാറ്റി പറയാം, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനെ ഞാൻ h0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, എല്ലാവർക്കും അറിയാം തീറ്റ o കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ, തീറ്റ o ഈക്വൽ ടു ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആരാ നോക്കി. ഇവിടെ ഒരു ടാൻ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കാമെങ്കിൽ, ടാൻ വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ തീറ്റ o ഇസ് ഈക്വൽ ടു എന്ത് പറയാം, ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് സൈഡ്, ആംഗിൾ ഓയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്, h0 ഡിവൈഡഡ് ബൈ അതിന് അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്, u. അപ്പൊ നമുക്ക് h0 കണ്ടുപിടിക്കാനുള്ള മാർഗം നോക്കി. h0 is equal to therefore h0 height of object is equal to u into theta 0 അല്ലെ theta o. ഫസ്റ്റ് ഇക്വേഷൻ നമ്മുടെ കയ്യിൽ കിട്ടും അല്ലേ. ഇനി ശ്രദ്ധിച്ച് നോക്കി, ഇതേപോലെ നമ്മൾ തന്നെ ഇമേജിന്റെ ഡയഗ്രത്തിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഇമേജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ എത്തിക്കുകയാണെന്ന് വിചാരിക്കുക. ഇമേജ് ഇൻഫിനിറ്റിയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം, ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, ഒരു ചെറിയൊരു ചേഞ്ച് ഇവിടെ വരും. നോക്കി, ഇമേജ് ഇൻഫിനിറ്റിയിലാണ് വരുന്നത് എങ്കിൽ, ഇമേജ് ഇൻഫിനിറ്റിയിലാണ് വരുന്നത് എങ്കിൽ എന്താണ് കണ്ടീഷൻ നോക്കി. ഇമേജ് ഇൻഫിനിറ്റിയിൽ വരണമെന്നുണ്ടെങ്കിലും ഈ പോയിന്റിൽ നിന്നാണ് സംഗതി എല്ലാം തുടങ്ങേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന്, ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള ഇമേജ് വരെയുള്ള അകലത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഇമേജ് ഡിസ്റ്റൻസ് v. ഇമേജ് ഡിസ്റ്റൻസ് വിയും ഇത് എന്തുമാണ്, ഇമേജിന്റെ ഹൈറ്റ് hi. സോ ഇവിടെ വരുന്ന ആംഗിൾ ഏതായിട്ട് വരും, ആംഗിൾ തീറ്റ i. അപ്പൊ നമുക്ക് ആ കണ്ടീഷൻ പറയുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്, ടാൻ തീറ്റ i. ടാൻ തീറ്റ i ഈസ് ഈക്വൽ ടു വീണ്ടും അത് തന്നെ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ തീറ്റ ഐക്ക് ഓപ്പോസിറ്റ് ആരാ നോക്കിയേ, തീറ്റ ഐക്ക് ഓപ്പോസിറ്റ് hi ഡിവൈഡഡ് ബൈ അതിന്റെ അഡ്ജസന്റ് സൈഡ് ആരാണ്, v. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും, therefore hi is equal to theta i into v. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മാഗ്നിഫിക്കേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി HIയും HOയും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ m is equal to hi divided by ho എന്നുള്ളതാണ്. അപ്പൊ hi by ho എന്നുള്ള ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്, v by u. അപ്പൊ ഈ രണ്ട് ഇക്വേഷന്റെ ബേസിലാണ് നമ്മൾ മാഗ്നിഫിക്കേഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ മാഗ്നിഫിക്കേഷനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ HIയുടെയും HOയുടെയും വില നമുക്കറിയാം, വിയുടെ വില നമുക്കറിയാം, ഒബ്ജക്റ്റ് എവിടെയാണെന്ന് അറിയണം. നോക്കി, ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വരണമെങ്കിൽ, ഇമേജ് വരണമെങ്കിൽ നമ്മൾ റേ ഡയഗ്രവും ഇമേജ് ഫോർമേഷൻ ഒക്കെ പഠിച്ചേക്കുന്ന ആൾക്കാരായത് കാരണം നമുക്കറിയാവുന്നതാണ് ഹൈറ്റ് ഓഫ് ഇമേജ് hi, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ho, ഇമേജ് v. ഇമേജ് v എന്ന് പറയുന്നത് എവിടെ ഫോം ചെയ്യുന്നു, നമ്മൾ പറഞ്ഞത് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുന്നു. ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് എവിടെയായിരിക്കണം, ഒബ്ജക്റ്റ് എഫിലായിരിക്കണം. അപ്പൊ ഒബ്ജക്റ്റ് എഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇങ്ങനെ എടുക്കാം, മാഗ്നിഫിക്കേഷൻ m is equal to hi divided by ho is equal to ഇമേജ് അങ്ങനെ നിൽക്കട്ടെ, ഇമേജ് ഡിസ്റ്റൻസ് ആയി നിൽക്കട്ടെ. ഇമേജ് ഇൻഫിനിറ്റിയിൽ വരണമെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ പോകണം, ഒബ്ജക്റ്റ് ഫോക്കസിൽ പോകണം കേട്ടോ. അപ്പം ഇമേജ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണ് വരേണ്ടതെങ്കിൽ ഒബ്ജക്റ്റിന്റെ പ്ലേസ്മെന്റ് എവിടെ ആയിരിക്കണം, ഇൻഫിനിറ്റിയിലല്ല ഫോക്കസിലായിരിക്കണം. അപ്പം u എന്ന് പറയുന്ന ഇമേജ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് എന്തായാലും എടുക്കാം, ഫോക്കസ് ആയിട്ട് എടുക്കാം. എടുത്താൽ ഇക്വേഷൻ എങ്ങനെ മാറും നോക്കി. ഇക്വേഷൻ നമുക്ക് ഈ രീതിയിൽ മാറ്റാം. hi എന്ന് പറയുന്ന ഇക്വേഷൻ നാലാമത്തെ ഇക്വേഷൻ ആണ് അല്ലേ, മൂന്നാമത്തെ ഇക്വേഷൻ ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ നമ്മൾ
3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? എച്ച് ഐ എന്നതിന് പകരം ആര് കൊടുക്കാൻ നോക്കിയേ? എച്ച് ഐക്ക് പകരം തീറ്റ ഐ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ എച്ച് ഒ എന്ന് പറയുന്നതിന് പകരം എന്ത് കൊടുക്കാൻ നോക്കി? എച്ച് ഒ എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? തീറ്റ ഒ ഇൻറ്റു യു. തീറ്റ ഒ ഇൻറ്റു യു. ഇവിടെ യു ഇൻറ്റു തീറ്റ ഒ എന്ന് എഴുതിയേക്കുന്നത് നമ്മൾ ഒരേപോലെ വരാൻ വേണ്ടി എഴുതിയുള്ളൂ. ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ എഫ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെയും ഒരു വി ഉണ്ട്, ഇവിടെയും ഒരു വി ഉണ്ട്. അതിൽ തന്നെ കട്ട് ചെയ്ത് പോയി. കട്ട് ചെയ്ത് പോയപ്പോഴേ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അവിടെ എന്തിനു പ്രാധാന്യമില്ല? ഇമേജിന് പ്രാധാന്യമില്ല. എന്തിനാ പ്രാധാന്യം? ഒബ്ജക്റ്റാണ് പ്രാധാന്യം. ഒബ്ജക്റ്റ് എവിടെ വരുന്നോ അതിനനുസരിച്ച് ഇമേജിന്റെ പ്ലേസ്മെന്റ് മാറും. ഒബ്ജക്റ്റ് ഫോക്കസിൽ വന്നാൽ ഇമേജ് അവിടെ പോയിക്കൊണ്ടിരിക്കും, ഇൻഫിനിറ്റി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ക്ലിയർ ഇമേജ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആരെയാണ് പ്ലേസ് ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റിനെയാണ് പ്ലേസ് ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇമേജ് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴും ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇക്വേഷൻ എങ്ങനെ വന്ന് നോക്ക്. ആംഗിൾ ഐ തീറ്റ ഐ ഡിവൈഡ് ബൈ തീറ്റ ഒ ഇസ് ഈക്വൽ ടു വി ബൈ എഫ്. അപ്പം ഈ വി ബൈ എഫ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ ഹൈറ്റ് ഓഫ് ഇമേജ്, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റഡ് ആണ്? നമ്മുടെ ഡിസ്റ്റന്റ് ലീസ്റ്റ് വിഷൻ പോയിന്റുമായിട്ട് റിലേറ്റഡ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ പറയാൻ നോക്കി? തീറ്റ ഐ ഡിവൈഡ് ബൈ തീറ്റ ഒ ലീസ്റ്റ് ഡിസ്റ്റന്റ് വിഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് എവിടെ കൊണ്ടുവന്നത്? ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഈ യു എന്നുള്ള പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡി എന്ന് കൊടുക്കാം. ഇസ് ഈക്വൽ ടു 1/f. ഒരുപാട് ഡീറ്റെയിൽ ചെയ്യാതെയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ, അതൊന്ന് ഓർമ്മയിലുണ്ടാവണേ. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ മാറ്റാൻ നോക്കിയേ? തീറ്റ ഐ ഇസ് ഈക്വൽ ടു തീറ്റ ഐ ഡിവൈഡ് ബൈ തീറ്റ ഒ ഇസ് ഈക്വൽ ടു, ഞാൻ ഈ ഡി എൻ മേലോട്ട് കൊണ്ടുപോയാൽ ഇക്വേഷൻ എങ്ങനെ മാറും? ഡി ബൈ എഫ് എന്നായിട്ട് മാറി. ഓക്കെ, തീറ്റ ഐ ഡിവൈഡ് ബൈ തീറ്റ ഒ. തീറ്റ ഐ ഡിവൈഡ് ബൈ തീറ്റ ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇമേജ് വിത്ത് ആംഗിൾ ഓഫ് ഒബ്ജക്റ്റ്. അതും എന്തിന് ഈക്വൽ തന്നെ? മാഗ്നിഫിക്കേഷൻ ഈക്വൽ തന്നെ. സോ നമുക്ക് ഇക്വേഷൻ എന്തെടുക്കാം? ഈ ഇക്വേഷൻ നമുക്ക് മാഗ്നിഫിക്കേഷൻ ഓഫ് ലെൻസ് ആയിട്ട് എടുക്കാം, സിമ്പിൾ മൈക്രോസ്കോപ്പ് ആയിട്ട് എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ വന്നു മാഗ്നിഫിക്കേഷൻ ഓഫ് സിമ്പിൾ മൈക്രോസ്കോപ്പ് ഇസ് ഈക്വൽ ടു ഡി ബൈ എഫ്. ഇക്വേഷൻ ഡെറിവേഷൻ സിമ്പിൾ ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഈ ഒരു ഡെറിവേഷൻ ചെയ്ത് വരാനായിട്ട് വീഡിയോ 1-2 പ്രാവശ്യം കണ്ടാൽ മതി. ഞാനത് കുറേ സ്റ്റെപ്പുകൾ, കുറേ ഡീറ്റെയിലുകളെല്ലാം ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ സ്കൂളിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകും. അത് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഈ ഡെറിവേഷൻ സിമ്പിൾ ആക്കി തന്നു. ഇതിനകത്തൊന്ന് ചുരുട്ടരുത്, അല്ലെങ്കിൽ ചുരുക്കി എഴുതരുത്. ഇതിൽ നിന്ന് ചുരുക്കി എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇതിനകത്ത് ചെറിയ ചെറിയ സെന്റൻസുകളൊക്കെ അകത്ത് എഴുതാനുണ്ട്. ആ സെന്റൻസുകളൊക്കെ നമ്മൾ വെറുതെ സംസാരിക്കുന്ന സെന്റൻസ് ഒക്കെ തന്നെ അകത്തങ്ങ് ചേർത്ത് വെക്കുക. നോട്ടുകൾ വേണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടുകൾ അയച്ചു തരാം. അപ്പൊ എന്തായാലും ഈ ഒരു ഡെറിവേഷൻ എന്ത് ചെയ്യണം? നല്ലതുപോലെ എഴുതി. ഈ 2 ഫിഗറുകൾ വേണം കേട്ടോ. ഫിഗർ ആദ്യം വരച്ച് നമ്മൾ എന്ത് ചെയ്യണം? മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എഴുതണം. മാഗ്നിഫിക്കേഷന്റെ വി എന്ന് പറയുന്ന ടേം എന്താക്കി മാറ്റണം? ഡിസ്റ്റന്റ് വിഷനായിട്ട് മാറ്റണം. ശേഷം നമ്മൾ ഒബ്ജക്റ്റിനെയും ഇമേജിനെയും എല്ലാം ഒബ്ജക്റ്റിനെ ഇമേജിന്റെ ഒക്കെ ബേസിൽ പറഞ്ഞ് സംസാരിച്ച് റെഡിയാക്കി ഇക്വേഷൻ എന്ത് ചെയ്യുക? നമ്മുടേതായ ഫോർമാറ്റിൽ കൊണ്ടുവന്നെത്തിക്കുക. സോ എം എസ് ഈക്വൽ ഡി ബൈ എഫ് എന്നുള്ള ഫോർമുലയോട് നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷനെ കൊണ്ടെത്തിക്കണം. അതിനുവേണ്ടി നമ്മൾ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ചുരുക്കി ചെറുതായിട്ട് ഈ രീതിയിലാക്കി. എളുപ്പത്തിലാണ് ഈ സംഗതി പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് പഠിക്കാതെ പോകരുത്. ഇതിന് മുമ്പുള്ള വീഡിയോസ് കൃത്യമായി കാണണം. മുമ്പുള്ള വീഡിയോസ് കണ്ടാൽ മാത്രമേ ഈ സംഗതി മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കാണുമ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് എം എസ് ഈക്വൽ 1 - v/f. ആ ടോപ്പിക്കിന് മുമ്പ് അതെങ്ങനെയാണ് ഇക്വേഷൻ വന്നതെന്ന് പറയുന്നത്. അപ്പൊ ആ വീഡിയോ കാണാതെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണണം. എല്ലാത്തിലും എന്ത് കൊടുക്കുന്നുണ്ട്? ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കയറി കണ്ട് മെൻഷൻ ചെയ്യും. ഓക്കെ, സോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടണൊക്കെ അമർത്തി വെച്ചേക്കണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. സോ ഒരു ടോപ്പിക്കൂടെ ഉള്ളൂ നമുക്ക് എന്ത് തീരാൻ? ഈ ലെസൺ തീരാൻ. അതേതാണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.